കേരളത്തിൻ്റെ ചരിത്രത്തിലെ അതിനിർണായകമായ സംഭവമാണല്ലോ യൂറോപ്യന്മാരുടെ വരവ് എന്നത്. യൂറോപ്യന്മാരുടെ വരവോടെ അതുവരെയും കേരളത്തിൻ്റെ മേഖലകളിലുണ്ടായിരുന്ന സ്വാഭാവിക ക്രമം തന്നെ മാറി മറിയുകയുണ്ടായി. മറ്റൊരു ദേശത്തിൽ നിന്നുള്ള മനുഷ്യരും അവരുടെ വിദ്യകളും സംസ്കാരങ്ങളും തുടങ്ങി ഒട്ടുമിക്ക മേഖലയിലും മാറ്റം അല്ലെങ്കിൽ സങ്കലനം വരുന്നതിന് അവരുടെ വരവ് കാരണമായി. കേരളത്തിലേക്ക് ആദ്യം എത്തുന്ന യൂറോപ്യൻ ശക്തികൾ എന്നത് പോർച്ചുഗീസുകാരാണല്ലോ. അവർ വരുന്ന കാലത്ത് കേരളദേശത്തിലെ ശക്തൻ എന്നത് സാമൂതിരിയുമായിരുന്നു. യൂറോപ്യന്മാരുടെ വരവ് കച്ചവടം എന്ന പ്രഖ്യാപിത ലക്ഷ്യമായിരുന്നതുകൊണ്ടും കച്ചവടത്തിലൂടെ ഇരുകൂട്ടർക്കും വലിയ വരുമാനം ലഭിക്കുമെന്നുള്ളതുകൊണ്ടും പോർച്ചുഗീസ് ഒരു വലിയ ശക്തിയാണെന്നും അവരുടെ ആയുധങ്ങൾ നിലവിലെ സൈനിക ഘടനയെ നിഷ്പ്രയാസം തകർക്കാൻ കെൽപ്പുള്ളതാണെന്നുമൊക്കെയുള്ള നിഗമനങ്ങൾ, അല്ലെങ്കിൽ അവരുടെ സൈനിക ഘടന സാമൂതിരിക്ക് ബലമേകും എന്ന നിഗമനത്തിലും സാമൂതിരി ഇവരെ സ്വീകരിക്കുകയാണുണ്ടായത്. വെറുമൊരു സ്വീകരണം എന്നതിലുപരി ചരിത്രപരമായി നോക്കിയാൽ ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കം കൂടിയായിരുന്നു ആ സ്വീകരണം എന്ന് പറയാം. യൂറോപ്യന്മാരുടെ വരവിന് മുൻപും കേരളത്തിലെ ചരക്കുകൾ യൂറോപ്യൻ മേഖലകളിലടക്കം പലയിടത്തേക്കും എത്തിയിരുന്നല്ലോ. അതിനൊക്കെ അന്ന് ചുക്കാൻ പിടിച്ചിരുന്നത് ആ സമയം അതിശക്തരായി ഇവിടെ സ്വാധീനം ഉറപ്പിച്ചിരുന്ന അറബികളായിരുന്നു എന്ന് പറയാം. യൂറോപ്യൻ മേഖലകളും കേരള മേഖലകളും തമ്മിലുള്ള കച്ചവട മേഖലയിലെ ഇടനിലക്കാരായി കൂടി വേണമെങ്കിൽ അറബികളെ കാണാം. കടൽ കടന്നുള്ള കച്ചവട മേഖലയുടെ പൂർണ്ണ സ്വാധീനം അറബികളിൽ നിക്ഷിപ്തവുമായിരുന്നു. സാമൂതിരിയുടെ ചരക്ക് നീക്കങ്ങളിലെ പ്രബലരും ഇവർ തന്നെയായിരുന്നു. അപ്രകാരം അറബികൾ കൈയടക്കി വച്ചിരുന്ന കച്ചവട മേഖലയിലേക്ക് കൂടിയാണ് പറങ്കികൾ നേരിട്ട് എത്തിച്ചേരുന്നത്. സ്വാഭാവികമായും അറബികൾ പറങ്കികളെ എതിർക്കുകയുണ്ടായി. പറങ്കികൾ അപകടകാരികളെന്ന് സാമൂതിരിയുടെ അടുത്ത് അറബികളും കൂടുതൽ ലാഭം എന്ന നിലയിൽ പറങ്കികളും സാമൂതിരിയുടെ അടുത്ത് പല രീതിയിൽ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ഇത്തരത്തിൽ ആ കാലഘട്ടത്തിൽ അവർ തമ്മിൽ പലതവണ പോരടിക്കുന്നതിനും എതിരെ നീക്കങ്ങൾ നടത്തുന്നതുമൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില ചരിത്ര കഥകളാണ് ഈ ഭാഗത്തിലൂടെ പരിചയപ്പെടുത്തുന്നത്. കോഴിക്കോട് മേഖലയിൽ ആദ്യമായി കപ്പലിറങ്ങിയ പറങ്കികളെപ്പറ്റിയും അവർ കോഴിക്കോട് നഗരം ചുറ്റിക്കറങ്ങുന്ന മാത്രയിൽ തന്നെ അറബികളുടെയും മറ്റും കച്ചവട സ്വാധീനവും മഴക്കാലം കഴിഞ്ഞാൽ തീരങ്ങളിലെത്തുന്ന നൂറുകണക്കിന് അറബിക്കപ്പലുകളെക്കുറിച്ചും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. സാമൂതിരി ഒരു പാവമാണെന്നുള്ള നിഗമനങ്ങളും ആ കാല എഴുത്തുകളിൽ കാണാം. കച്ചവടം എന്നതായതുകൊണ്ട് തന്നെ രാജാവ് സ്വീകരിക്കാനേ തരമുള്ളൂ എന്ന് പറഞ്ഞതായുള്ള രേഖപ്പെടുത്തലുകളും കാണാം. സാമൂതിരിയുമായുള്ള കൂടിക്കാഴ്ചയിൽ തന്നെ അറബികളിൽ നിന്ന് വലിയ വിലയ്ക്കാണ് കുരുമുളകും മറ്റ് ചരക്കുകളും നമ്മൾ വാങ്ങുന്നത് എന്നും യൂറോപ്പിലെ പോർച്ചുഗൽ രാജാവ് അതിന് ബദലായി മലയാള ദേശത്തോട് നേരിട്ട് കച്ചവടം ചെയ്യാൻ ഒട്ടനവധി കപ്പലുകളെ അയച്ചിട്ടുണ്ടെന്നും ഭാഗ്യവശാൽ ഈ ദുർഘടമായ യാത്ര താണ്ടി ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നു എന്നും വാസ്കോഡ ഗാമ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കച്ചവടത്തിന് ഉറപ്പ് ലഭിച്ചില്ലെങ്കിലും താമസിക്കാനൊരിടം സാമൂതിരി ആദ്യ ദിവസം നൽകിയതായും കാണാം. ഇതേ സമയം കച്ചവട മേഖലയിൽ നിലനിൽക്കുന്ന മാപ്പിളമാർ രാജാവിനെ ചില കാര്യങ്ങൾ ഉണർത്തിക്കുകയുണ്ടായി. ഈ സമയം ഇവർക്കായിരുന്നല്ലോ സാമൂതിരിയിൽ കൂടുതൽ സ്വാധീനം. പറങ്കികൾ വ്യാപാരികളല്ലെന്നും കടൽപിടുത്തക്കാരെന്നും മാപ്പിളമാർ പറഞ്ഞു വച്ചു. കേരളം ലക്ഷ്യമാക്കി വന്ന ഒട്ടനവധി അറബിക് കപ്പലുകളെ അവർ ആക്രമിച്ചെന്നും ചില ദിക്കിൽ മുസൽമാന്മാരുമായി കലഹിച്ച് വമ്പിച്ച നാശം സൃഷ്ടിച്ചതായും പറയുന്നു. അവരുടെ രാജാവ് കപ്പലുകളെ ഇവിടെ അയച്ചിരിക്കുന്നുവെങ്കിൽ ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടാവുമെന്നും അവർ സകലതും നശിപ്പിക്കുമെന്നും മാപ്പിളമാർ പറഞ്ഞു വെച്ചത്രേ. പറങ്കികളെ രാജാവ് ചേർത്താൽ നമ്മളുടെ ബന്ധമില്ലാതാവുമെന്നും പക്ഷേ അത് രാജ്യമാഹാത്മ്യം തന്നെ ക്ഷയിക്കുന്നതിന് കാരണമാവുമെന്നും തിരുമനസ്സിന് ഇനി തോന്നുന്നത് പ്രകാരം ചെയ്യാമെന്നും മാപ്പിളമാർ പറയുന്നുണ്ട്. ഇത് കേട്ട് മനസ്സിലാക്കിയ സാമൂതിരി പറങ്കികളെ വീണ്ടും വിളിപ്പിച്ചുവെന്നും നേര് പറഞ്ഞാൽ ശിക്ഷയില്ലെന്നും എന്തിനു വന്നു എന്നതിന് കൃത്യമായ ഉത്തരം നൽകാനും പറങ്കികളോട് ആവശ്യപ്പെട്ടു. പറങ്കികൾ അതിന് മറ്റൊന്നുമില്ലെന്നും ക്രമത്താലെ അങ്ങേക്ക് ബോധിക്കും എന്ന മറുപടിയാണ് നൽകിയത്. മാപ്പിളമാർ എന്താണോ പറഞ്ഞത് അതിനെതിരായും പറങ്കികൾ പറയുകയുണ്ടായി. ഞങ്ങളുടെ രാജാവിൻ്റെ ശത്രുനിരയിലാണ് ഇസ്ലാം മേഖലകളെന്നും വഴിയിൽ വെച്ച് ഞങ്ങളും അവരുടെ ദ്രോഹത്തിൽ അകപ്പെട്ടെന്നും ഞങ്ങളുടെ പീരങ്കിയുണ്ടകളെ അവർ ഭയപ്പെട്ട് തുടങ്ങിയിരിക്കുന്നുവെന്നും മാപ്പിളമാർ നിങ്ങളോട് പറയുന്നത് വിശ്വസിക്കരുത് എന്നും അവരുടെ പക നിമിത്തം അങ്ങേക്ക് നീരസം തോന്നാതെ ഞങ്ങളെ സംരക്ഷിക്കണം എന്നും പറങ്കികൾ പറഞ്ഞു വച്ചു. അതുപോലെ ഇനി അവരുടെ വാക്ക് കേട്ട് ഞങ്ങളെ കൊന്നാലും ഞങ്ങളുടെ രാജാവ് വിടാതെ അന്വേഷിച്ച് കാര്യമറിഞ്ഞ്
ഇവിടേക്ക് പ്രതികാരം ചെയ്യുമെന്നും പറങ്കികൾ പറയുകയുണ്ടായി. ഇങ്ങനെയുണ്ടായ വലിയ ചർച്ചകൾക്ക് അപ്പുറമാണ് സാമൂതിരി പറങ്കികൾക്ക് കച്ചവടം ചെയ്യാൻ അനുമതി നൽകിയത്. തുടർന്ന് പറങ്കികൾക്ക് ആവശ്യമായ ചരക്കുകളെ പറ്റി അന്വേഷിച്ച സാമൂതിരി അങ്ങാടിയിൽ വസിച്ചാൽ പരസ്പരം ഏറ്റുമുട്ടൽ ഉണ്ടാകുമെന്നും ആയതിനാൽ കപ്പലിൽ തന്നെ നിലകൊണ്ട് പതിയെ കച്ചവടം നടത്തൂ എന്നും കൽപ്പന പിന്നീട് അയക്കാമെന്നും പറങ്കികളോട് പറയുകയുണ്ടായി. വാസ്കോഡ ഗാമ തിരിച്ചു പോകാനായി എത്തിയപ്പോൾ മാപ്പിളമാരുടെ വിരോധത്താൽ തോണിയൊന്നും കിട്ടാതെ രാത്രി വരെ അവിടെ നിൽക്കേണ്ടി വന്നെന്നും കരയിൽ പാർത്തതിനെ തുടർന്ന് പലരിൽ നിന്നും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായി വന്നെന്നും പറയുന്നു. അധികാരികൾ എത്തിയാണ് വാസ്കോഡ ഗാമ അന്ന് കപ്പൽ കയറുന്നത് പോലും. ഗാമ കൊണ്ടുവന്ന ചരക്കുകളെ ഘട്ടം ഘട്ടമായി മാത്രമാണ് അങ്ങാടിയിലേക്ക് അവർക്ക് ഇറക്കാനായത്. പറങ്കികളെ കാണുമ്പോൾ മാപ്പിളമാർ ചീ പറങ്കി എന്ന് വിളിക്കുകയും ഉണ്ടായത്രേ. ഏതായാലും കച്ചവടം നടന്നപ്പോഴും സാമൂതിരി ചുങ്കമൊന്നും ചോദിച്ചില്ല എന്ന് മാത്രമല്ല, സുരക്ഷയ്ക്കായി നായർ പടയാളികളെയും അയക്കുകയുണ്ടായി. ഏതായാലും പറങ്കികൾ കൊണ്ടുവന്ന ചരക്കുകൾ ഘട്ടം ഘട്ടമായി വിൽക്കാൻ അവർക്ക് സാധിച്ചു. മഴക്കാലം കഴിഞ്ഞതോടെ അറബി മേഖലയിൽ നിന്ന് കൂടുതൽ കപ്പലുകൾ വരുമെന്ന് മനസ്സിലാക്കിയ ഗാമ അങ്ങനെ വന്നാൽ കലഹമുണ്ടാവുമെന്ന് തോന്നുകയും അത് സാമൂതിരിയെ അറിയിക്കുകയും ചെയ്തു. വിറ്റ ചരക്കിനും വിൽക്കാനുള്ള ചരക്കിനും കണക്കെന്നോണം കുരുമുളക് തരാനും ആവശ്യപ്പെട്ടു. നീരസത്തോടെ സാമൂതിരി ഇതിനെ അംഗീകരിക്കുന്നുണ്ട്. എങ്കിലും യാത്രയ്ക്കൊരുങ്ങിയപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടായെന്നും പീരങ്കികൾ തീതുപ്പി ഏവരെയും ഭയപ്പെടുത്തിയാണ് ഗാമ കോഴിക്കോട്ട് വിട്ടതെന്നും രേഖപ്പെടുത്തലുകൾ കാണാം. കപ്പലിന് കേടുപാടുകൾ പറ്റിയിരുന്നെന്നും ഗോകർണത്തിനടുത്ത് എവിടെയോ വച്ച് കപ്പൽ നന്നാക്കിയാണ് ഗാമ യാത്ര തുടർന്നതെന്നും ദുർഘടമായ യാത്രയ്ക്കപ്പുറം 55 പേർ മാത്രം ബാക്കിയായാണ് ഗാമ തിരിച്ച് പോർച്ചുഗലിൽ എത്തിയത് എന്നും കാണാം. കപ്പലിന് കേടുപാടുകൾ പറ്റിയെന്ന രേഖപ്പെടുത്തലുകൾ പ്രകാരം കോഴിക്കോട് വച്ച് ആക്രമണം നേരിട്ടിരുന്നു എന്നുകൂടി മനസ്സിലാക്കാവുന്നതാണ്. ഗാമയ്ക്ക് ശേഷം പോർച്ചുഗൽ രാജാവിൻ്റെ എല്ലാവിധ പിന്തുണയോടും കൂടി കോഴിക്കോട്ടെത്തുന്നത് കബ്രാളാണല്ലോ. 1500-ലധികം വരുന്ന ആളുകളുമായിട്ടായിരുന്നു കബ്രാളിൻ്റെ രംഗപ്രവേശം. കോഴിക്കോട് കച്ചവടം സാധിക്കണമെന്നും നടന്നില്ലെങ്കിൽ പടവെട്ടണമെന്ന നിർദ്ദേശവും കബ്രാളിനുണ്ടായിരുന്നു. സാമൂതിരി ചതിച്ചാൽ പടവെട്ടണമെന്നും മക്കാരെ ശിക്ഷിക്കണം എന്നും പറയുന്നതായി കാണാം. ഗാമ കൂട്ടിക്കൊണ്ടുപോയ മലയാളികളും ഈ ഒരു കൂട്ടത്തിലുണ്ടായിരുന്നു. തിരിച്ചിറങ്ങിയ അവർ ഞങ്ങൾക്ക് നല്ല സ്വീകരണമാണ് ലഭിച്ചത് എന്ന നിലയിൽ ജനങ്ങളോട് പറങ്കികൾ നല്ലവരെന്നും സമ്പന്നരെന്നുമുള്ള നിലയിൽ കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. ചീ പറങ്കി എന്ന ജനങ്ങളുടെ അകൽച്ച ഇല്ലാതാക്കാനായിരുന്നു പറങ്കികളുടെ ശ്രമം. തുടർന്ന് കബ്രാൾ സാമൂതിരിയെ കാണാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ദൂതന്മാർ മുഖേന അത് സാധിച്ച് ഒട്ടനവധി സമ്മാനങ്ങളും മറ്റുമൊക്കെ നൽകുകയും ചെയ്തു. അപ്രകാരം വീണ്ടും പറങ്കികൾ കോഴിക്കോട് മേഖലയിൽ കച്ചവടം നടത്താൻ ശ്രമങ്ങൾ ആരംഭിച്ചു. കച്ചവട വഴികളിൽ മുസൽമാന്മാരുടെ ചതി നിമിത്തം എന്നാൽ ഒന്നും പൂർണ്ണമാവുകയുണ്ടായില്ല. നാട്ടിലെ മാപ്പിളമാർക്ക് അക്കാലത്ത് ഗൗരവം ചുരുക്കമെങ്കിലും കച്ചവട വഴികളിലെ മക്കാർ പ്രബലരായിരുന്നു എന്ന് എഴുത്തുകൾ കാണാം. നാട്ടിലെ മാപ്പിളമാർക്ക് ആ കാലത്ത് പൊതുവിൽ കരക്കച്ചവടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനർത്ഥം അവർക്ക് എല്ലാം തന്നെ അറബികൾക്ക് വിൽക്കേണ്ടതായ അവസ്ഥ ഉണ്ടായിരുന്നു എന്നതാണ്. മാപ്പിളമാരിൽ പ്രധാനിയായിരുന്ന അഥവാ കരക്കച്ചവടക്കാരിൽ പ്രധാനിയായിരുന്ന കോയപ്പക്കി ഒരു പാണ്ഡികശാല കൂടുതൽ ലാഭം തേടി പറങ്കികൾക്ക് വിൽക്കുകയുണ്ടായത്രേ. അതിനെ തുടർന്ന് പറങ്കികൾ കരയിലും കൊടി പാറിപ്പിച്ച് കച്ചവടം നടത്താൻ ആരംഭിച്ചു. പറങ്കികളുടെ ആദ്യ കച്ചവട വിജയങ്ങളിൽ ഒന്നായി കൂടി ഇതിനെ കണക്കാക്കാം. ഈ ഒരു സമയത്ത് കൊച്ചി ദേശത്ത് നിന്ന് ഗുജറാത്തിലേക്ക് ഒരു വലിയ കപ്പൽ പോകുന്നുണ്ടെന്നും അത് മക്കാർക്ക് ഉള്ളതാണെന്നും അത് പറങ്കികളെ ഉപയോഗിച്ച് പിടിച്ചെടുത്തുകൂടെ എന്നൊരു കൗശലം സൃഷ്ടിക്കപ്പെടുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി കബ്രാളിനെ കണ്ട് രാജാവിന് വേണ്ടി വലിയൊരു കപ്പൽ പോകുന്നുണ്ടെന്നും അതിൽ വലിയൊരു പടയാനയും മറ്റ് ആനകളുമൊക്കെ ഉണ്ടെന്നും വലിയ വില പറഞ്ഞിട്ടും അവർ കോഴിക്കോട്ടേക്ക് അത് തന്നില്ല എന്നും ഇത് നിങ്ങൾ സാമൂതിരിക്കായി പിടിച്ചു നൽകണമെന്നും എന്ത് പ്രശ്നമുണ്ടായാലും സാമൂതിരി അത് നോക്കിക്കൊള്ളും എന്നും അറിയിച്ചു. നീരസത്തോടെ തന്നെ ഒടുവിൽ അതിന് സമ്മതിച്ച കബ്രാൾ ഒരു കപ്പലിൽ ദൗത്യത്തിനായി 100 വീരന്മാരെ നിയോഗിക്കുകയും അവർ രാത്രി തന്നെ പുറപ്പെടുകയും ഉണ്ടായി. 2 ദിവസം പോരാട്ടമുണ്ടായെന്നും പീരങ്കികൾ തീതുപ്പിയെന്നും പറയുന്നു. കപ്പൽ പിടിച്ചെടുത്തപ്പോൾ അതിൽ 9 ആനയുണ്ടായിരുന്നുവെന്നും 1 വെടികൊണ്ട് മരിച്ചിരുന്നുവെന്നും രേഖപ്പെടുത്തലുകൾ കാണാം. ഏതായാലും കപ്പൽ സാമൂതിരിക്ക് കാഴ്ചവെക്കുകയും പറങ്കികൾ സമ്മാനങ്ങളൊക്കെ നേടുകയും ചെയ്തു. എന്നാൽ ഇത് ശംസുദ്ദീൻ കോയയുടെ തന്ത്രമായിരുന്നു എന്ന് മനസ്സിലാക്കിയ സാമൂതിരി പിന്നീട് കപ്പൽ വിട്ടു നൽകുകയും ചെയ്തു. ഈ ഒരു പ്രശ്നത്തിന് ശേഷം മാപ്പിളമാർ സാമൂതിരിയെ ചെന്ന് കാണുകയും പറങ്കികളെ കൊണ്ട് കപ്പൽ പിടിപ്പിച്ചത് ഞങ്ങളെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ എന്നും അവരെ വിശ്വസിച്ചാൽ അവർ രാജ്യം തന്നെ സ്വാധീനമാക്കാൻ നോക്കുമെന്നും
ഞങ്ങളെ ഒഴിവാക്കിയാൽ ഞങ്ങൾ മറ്റു വല്ല പട്ടണത്തിലും പോയി വ്യാപാരം ചെയ്യാമെന്നും എങ്കിലും തമ്പുരാൻ്റെ രാജ്യത്തിന് ദോഷം വരും എന്ന വ്യാകുലതയിലാണ് ഞങ്ങളിത് പറയുന്നത് എന്നും മാപ്പിളമാർ സാമൂതിരി അറിയിച്ചു. അതോടെ കപ്പൽ പിടിച്ചത് വെറുമൊരു പരീക്ഷണമെന്നും നിങ്ങൾക്ക് യാതൊന്നും സംഭവിക്കുകയില്ലെന്ന ഉറപ്പും നൽകി സാമൂതിരി. അതോടെ വീണ്ടും പറങ്കികൾക്ക് കച്ചവടം ചെയ്യാനാവാത്ത സ്ഥിതി വന്നെത്തി. തിരിച്ചു പോകാനുള്ള സമയമായതോടെ പറങ്കികൾ വീണ്ടും സാമൂതിരിയെ കാണുകയും 2 കപ്പലിലേക്കുള്ള കുരുമുളക് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്നും ബാക്കി കച്ചവടമൊക്കെ മാപ്പിളമാർ തടസ്സപ്പെടുത്തുന്നു എന്നും അറിയിച്ചു. കുരുമുളക് നിങ്ങൾക്ക് തരാതെ മറ്റിടങ്ങളിൽ രഹസ്യമായി കച്ചവടം നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിശോധിച്ച് പിടിച്ചെടുത്തോളൂ എന്ന് സാമൂതിരി പറയുകയുണ്ടായി. അതോടെ രാത്രിയിൽ കുരുമുളക് കയറ്റിയിരുന്ന ഒരു കപ്പലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ആരംഭിച്ചു. പറങ്കികൾ കപ്പലിൽ കയറി പരിശോധന വേണമെന്ന് ആവശ്യപ്പെട്ടതോടെ അവിടെ സംഘർഷം സൃഷ്ടിക്കപ്പെട്ടു. കയറ്റിയിരുന്ന മാപ്പിളമാരിൽ പലരും ചാടി തോണികളിൽ കരക്കെത്തി നിലവിളിച്ച് മറ്റും കാര്യങ്ങൾ ഏവരെയും അറിയിച്ചു. അതോടെ കരയിൽ മുസൽമാന്മാർ ആയുധങ്ങളുമായി എത്തി തെരുവിൽ കണ്ട പറങ്കികളെ കൊല്ലാൻ തുടങ്ങി. പലരും പാണ്ഡികശാലയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. പാണ്ഡികശാല ആക്രമിക്കാൻ എത്തിയ പലരെയും പറങ്കികളും കൊല്ലുകയുണ്ടായി. ഇതിനിടയിൽ നായർ പടയാളികളുടെ കൈകൊണ്ടും പലരും കൊല്ലപ്പെട്ടു. പാണ്ഡികശാലകളുടെ മതിൽ തകർത്ത് ആക്രമണം തുടർന്നപ്പോൾ ഒട്ടനവധി പറങ്കികളാണ് കൊല്ലപ്പെട്ടത്. പാണ്ഡികശാല തന്നെ കൊള്ള ചെയ്യപ്പെട്ടു. അതോടെ ബാക്കിയുണ്ടായിരുന്നവരൊക്കെ ജീവനും കൊണ്ടോടി തോണികളിലൊക്കെ കയറി അവരുടെ കപ്പലുകൾ ലക്ഷ്യമാക്കി പാഞ്ഞു. പറങ്കികൾ മക്കയിലേക്കുള്ള പല കപ്പലുകൾ പിടിക്കുകയും ചരക്ക് തേടുകയും കപ്പലുകളെ ആക്രമിക്കുകയും പട്ടണത്തിന് നേരെ തീതുപ്പുകയും ഒക്കെ ചെയ്തു. അപ്രകാരം തുറമുഖ മേഖലകളെ വലിയ തോതിൽ നശിപ്പിച്ചതിന് ശേഷം പിറ്റേ ദിവസം മാത്രമാണ് കബ്രാൾ തൻ്റെ കപ്പലുകളോടൊപ്പം കൊച്ചി ലക്ഷ്യമാക്കി യാത്ര തുടങ്ങുന്നത്. 33 കപ്പലുകളും 1500 ആളുകളും ഉണ്ടായിരുന്ന കബ്രാളിൻ്റെ സംഘം ആ സമയമായപ്പോഴേക്ക് തന്നെ ശോഷിച്ചിരുന്നു എന്നും കാണാം. 1500 ഡിസംബറിൽ കൊച്ചിയിലെത്തുന്ന കബ്രാളിനെ കൊച്ചി രാജാവ് സ്വീകരിക്കുകയും കച്ചവടം ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയും ചെയ്തു. സാമൂതിരിക്ക് പോർച്ചുഗീസുകാരുമായി ഉണ്ടായിട്ടുള്ള വിരോധം തീർക്കാനും അറബികളുടെ അപ്രമാദിത്വം തകർക്കാനുമായി വാസ്കോ ഡ ഗാമയെ തന്നെ 1502 വീണ്ടും കേരള മേഖലയിലേക്ക് ഇതിനെ തുടർന്ന് അയക്കുകയും ചെയ്തു.